ഹലോ ഗായ്സ്, അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞാൻ സഫാനും കൂടെ ഒരു സേവനവാരം അങ്ങ് തുടങ്ങി കേട്ടോ. അത് ഞങ്ങളുടെ വീട്ടിലെ പോരാളി സമ്മതിക്കുന്നില്ല വീട്ടിനകത്തിരിക്കാൻ. എന്നാൽ പിന്നെ എല്ലായിടും ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈകുന്നേര സമയത്ത് തീ ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ആ പണികളെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി നേരെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ അടുത്തൊരു തെക്കൻകാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, പിന്നെ നമ്മുടെ കുടുംബത്തെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡാണിത് കേട്ടോ. റോഡെല്ലാം നമുക്ക് ശരിയായി. ഇതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമുക്ക് റെഡിയായി. ഒരു വഴിമുടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിപ്പോൾ വീണ്ടും മൊത്തം കെട്ടിയടച്ചിട്ടിരിക്കുന്നു ഗൈസ്. ഇതിലേ പോകുന്നു പറഞ്ഞിരുന്നപ്പോഴാണ് ഇതിലേ ഒരു വഴിയുണ്ട്, ആശ്വാസം. അങ്ങനെ ഞാൻ നടന്നാണ് പോകുന്നത് കേട്ടോ. സാധാരണ വണ്ടിയിലാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തോട്ട്. പോകുന്ന വഴിക്കാണ് ഈ പൂവൊക്കെ കണ്ടത്. അപ്പം നമ്മുടെ സരളയമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നടന്നു വന്നതുകൊണ്ടാണ് ഇവരെയൊക്കെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഞാൻ നേരെ വരും, വണ്ടി വന്ന് അമ്മൂമ്മയൊന്ന് കാണും, നേരെ വീട്ടിലേക്ക് പോകും. ഇതാണ് നടക്കുന്നത്. അല്ലാതെ എല്ലാവരെയും കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നടന്നൊക്കെ തന്നെ വരണം. അങ്ങനെ ഇന്ന് ഞാൻ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ കേട്ടോ. ഇതാണ് നമ്മുടെ കുടുംബത്തമ്പലം, സർപ്പക്കാവാണ്. അപ്പം ഞാനായിട്ട് വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അത് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കിന് അമ്മൂമ്മ വിളക്ക് കത്തിച്ചില്ല. എന്നാൽ പിന്നെ ഞാനും കത്തിക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ കത്തിക്കണമെന്നും പറഞ്ഞ് പോയതല്ല. ഇതാണ് തെക്കൻകാവ് അമ്പലം കേട്ടോ. ചുറ്റിനും കാടാണ്, കാടിനകത്താണ് ഈ അമ്പലം വരുന്നത്. അങ്ങനെ അമ്പലത്തിലും വന്നു, കുറേ നാളായി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കേട്ടോ. അങ്ങനെ തെക്കൻകാവിലും വന്നു, നമ്മുടെ വീട്ടിലെ അമ്പലത്തിലും വന്ന് തൊഴുതപ്പോൾ ഒരു ആശ്വാസം. പിന്നെ ഈ പായസം കൂടെ കിട്ടിയപ്പോഴത്തേക്കിന് നല്ല ആശ്വാസം കേട്ടോ. അങ്ങനെ ഞാൻ സഫാനോടാണ് വന്നതൊക്കെ. നേരെ വന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എൻ്റെ കയ്യിലിരിപ്പുണ്ട് സാധനങ്ങൾ കേട്ടോ. അവന് ഇഷ്ടമുള്ള സാധനമാണ് ഈ ബന്ന്, അതുകൊണ്ട് അവൻ അതെടുത്ത് കയ്യിലും വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടേ.